അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മൾ പരിശുദ്ധമായ ഒരു മാസത്തിലാണുള്ളത്, മുഹറം മാസം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മുഹറം വിശുദ്ധമായ മാസമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, 12 മാസങ്ങളിൽ 4 വിശുദ്ധമായ മാസങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചതിൽ ആ മാസം ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. ഒരു വർഷം ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. മുഹറം ആ മാസമാണ് ഈ മാസം, നമ്മൾ ഈ ജീവിക്കുന്ന ഈ മാസം. ഈ മുഹറം മാസത്തിലേക്ക് നമ്മൾ കയറി വരുന്നത് ദുൽഹിജ്ജ അവസാനിപ്പിച്ചുകൊണ്ടാണ്. 4 മാസങ്ങളിലൊന്ന് ദുൽഹിജ്ജാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ് മാസവുമാണ്. അപ്പോൾ ദുൽഹിജ്ജ മാസം, അതിൻ്റെ 10 ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിൽ നോമ്പുമൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു. പെരുന്നാൾ, അങ്ങനെ പല കാര്യങ്ങളും ദുൽഹിജ്ജ മാസത്തിലുണ്ട്. ആ വിശുദ്ധ മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത മാസമായി മുഹറം നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ഈ മാസത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഷഹ്റുല്ലാഹി മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്നാണ്. ഈ മാസത്തിലെ ഏറ്റവും പുണ്യകരമായ കാര്യമാണ് മുഹറം 10 താസുആ, ആഷുറ നോമ്പ് എടുക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരുന്ന കാലത്ത് ഖുറൈശികൾ ആ നോമ്പ് എടുത്തിരുന്നു. ജാഹിലിയ കാലം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലും ആ നോമ്പ് എടുത്തിരുന്നു. പിന്നീട് റസൂലുള്ളാഹ് മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോഴും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് റമദാൻ മാസത്തിലെ നോമ്പ് ഹിജ്റ 2-ാം വർഷം നിർബന്ധമായി. ആ നിർബന്ധമായപ്പോൾ ആ ഒരു മാസക്കാലം നോമ്പ് നിർബന്ധമായി വന്നതോടുകൂടി ഈ ആഷുറ നോമ്പ് നിർബന്ധമല്ലാത്ത വിധമാക്കി മാറ്റി. താല്പര്യമുള്ളവരോട് റസൂൽ പറഞ്ഞത് മൻ ഷാ സ്വാമഹു വമൻ ഷാ തറക്കുഹു എന്നാണ്. താല്പര്യമുള്ളവൻ നോമ്പെടുക്കട്ടെ, താല്പര്യമില്ലാത്തവർ അത് ഒഴിവാക്കുകയും ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതുവരെയും എല്ലാവരും നോമ്പെടുത്തിരുന്നു. കുട്ടികളെ കൊണ്ട് ആളുകൾ നോമ്പ് നിർബന്ധമായി എടുക്കേണ്ടതില്ലാത്ത കുട്ടികളെ കൊണ്ടും നോമ്പെടുപ്പിക്കുകയും വൈകുന്നേരം നോമ്പ് തുറക്കുന്നത് വരെ കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ആ നോമ്പിൻ്റെ ഒരു രീതി. പിന്നീട് ഈ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു കാര്യം, യുകഫിറു സനാൽ മാളിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ ഇതുവഴി അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ദുൽഹിജ്ജ മാസത്തിലെ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾക്കെല്ലാം കൊണ്ടും വലിയ ആനുകൂല്യങ്ങളും ഓഫറുകളുമാണ് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ വിശുദ്ധമായ ഈ മാസത്തെ അതിൻ്റെ ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ ആ നോമ്പ് ദിവസത്തെപ്പറ്റി പറഞ്ഞത് ആഷുറ യൗമു മിൻ അയ്യാമില്ല, അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽ ഒന്നായൊരു ദിവസമാണ് ഇത് എന്നാണ്. ജാഹിലിയ കാലത്ത് ഖുറൈശികൾ നോറ്റു. മദീനയിലെ യഹൂദികളായ ആളുകളും ഈ നോമ്പെടുക്കാറുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും നോമ്പെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് ഇത് നോൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ ഒരു ദിവസമാണ് ഇസ്രായേൽ ജനതയെയും മൂസാ നബി അലൈഹി ഇസ്ലാമേയും അള്ളാഹു ഫിർഔൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടരുടെയും ഒക്കെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. അത് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തത് ഫിർഔനെയും ആളുകളെയും ഒക്കെ കടലിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ആ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്നാണ് യഹൂദികൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളെക്കാൾ അഹഖു ബി മൂസ, നിങ്ങളെക്കാൾ മൂസയോട് ആദർശപരമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവർ ഞങ്ങളാണ്. നിങ്ങൾ മൂസാ നബിയുടെ പേരിലുള്ള ഒരു ജനതയാണ്, യഹൂദികളാണ്. പക്ഷേ നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ച പഠിപ്പിച്ച ആശയ ആദർശങ്ങളോടൊക്കെ വിയോജിക്കുന്നവരും അതിനെതിരെ പ്രവർത്തിക്കുന്നവരുമാണ്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത അതേ സന്ദേശം പ്രബോധനം ചെയ്യുന്നവരാണ് ഞങ്ങളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുകയുണ്ടായി.
ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിച്ച ചരിത്രം വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈജിപ്തിലേക്ക് ഫറോവയുടെ ദുർഭരണത്തിനെതിരെ, ദുർഭരണം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഖുർആൻ ഇത് എടുത്തു. ഇന്ന ഫിറൗന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളിഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഹും വയസ്തഹീ നിസാഉഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഖുർആൻ്റെ പ്രയോഗം അതാണ്. സൂറത്തു ഖസസിലെ 4-ാമത്തെ ആയത്താണിത്. തീർച്ചയായും ഫിറോൻ നാട്ടിൽ ഔന്നത്യം നടിച്ചു. അവിടത്തുകാരെ അവൻ വ്യത്യസ്ത കക്ഷികളാക്കി തീർക്കുകയും ചെയ്തു. അവരുടെ ഒരു വിഭാഗത്തെ ദുർബലരാക്കിയിട്ട് അവരുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അവൻ നാശകാരികൾപ്പെട്ടവനായിരിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫിർഔൻ കാണിച്ച ഏറ്റവും വലിയ ധിക്കാരം ഒരു രാജ്യത്തെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി കടുത്ത ധിക്കാരത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം അവരെയൊക്കെ പല രൂപത്തിൽ മർദ്ദിച്ചു. ഇസ്രായേൽ വംശജിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാൻ വിട്ടു, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. അങ്ങനെയൊക്കെ നിഷ്ഠൂരമായ ഭരണം, നാട്ടുകാരെ വിവിധ കക്ഷികളാക്കി തിരിച്ച് അവർക്കിടയിൽ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അവരെ ഭരിക്കാൻ ശ്രമിച്ചു. ആ സംഭവം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഈ ഫിർഔനെയും വനുമക്കിന ലഹും ഫിൽ അർദ് വനുരിയ ഫിർഔന വഹാമാന വജുനൂദുഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. അവിടെ ഫിർഔനെയും ഹാമാനെയും, ഫിർഔനാണ് ഭരണാധികാരി, ദൈവമാണെന്ന് വാദിച്ച ഭരണാധികാരിയാണ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹാമാനെ. മൂന്നാമതൊരു കക്ഷി അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പന്നനായ ഖാറൂനാണ്. ഈ 3 കക്ഷികളുടെയും ഒരു കൂട്ടുകെട്ടാണ് ഈജിപ്തിനെ കൊണ്ടുവരുന്നത്. ദൈവമാണെന്ന് അവകാശപ്പെടുന്ന, തന്നിൽ ദൈവത്തിൻ്റെ അംശമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഫിർഔൻ, അത് ലോകത്തിൻ്റെ പല ഭാഗത്തും ചിലരൊക്കെ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് പറ്റിയ ഒരു മന്ത്രി ഹാമാൻ, മൂന്നാമത് സമ്പന്നനായ ഖാറൂൻ. ഈ 3 തലങ്ങളിലുള്ള ആളുകളും ഒരു മുന്നണിയായിട്ടൊരു കൂട്ടുകെട്ടായി മാറി നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ദുർഭരണം നടത്തി അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കി എന്നാണ്. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് വനുരീദൻ നമുന്ന അലല്ലദീന സ്തുദിഫു ഫിൽ അർളി വനജാലുഹും അയിമ്മത്തൻ വനജാലുഹുൽ വാരിസീൻ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാൻ, അവരെ നേതാക്കളാക്കുവാനും അവരെ നാട്ടിൻ്റെ അനന്തരാവകാശികളാക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആ ഉദ്ദേശം അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജന്നത്തിലൂടെ ഒരു നീണ്ട സംഭവ പരമ്പരകളിലൂടെ അവസാനം ഫിറോവിനെയും ആളുകളെയും കടലിൽ മുക്കിക്കൊന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ചരിത്രമാണ്. അത് ഒരു മുഹറം 10-നായിരുന്നു. അതുകൊണ്ട് അതിനനുസ്മരിച്ചുകൊണ്ടാണ് ജൂതന്മാർ നോൻപെടുത്ത സന്തോഷത്തിൽ അത് റസൂൽ പറഞ്ഞു, ഞങ്ങളാണ് നിങ്ങളെക്കാൾ അർഹരെന്ന് പറഞ്ഞു റസൂലും ആ നോമ്പെടുക്കുകയുണ്ടായി. നമ്മളാ നോമ്പെടുക്കുക, ആ നോമ്പ് ഏറ്റവും പുണ്യമുള്ളതാണ്. ഇനിയും ആ ചരിത്ര പാഠം ഇനിയും ആവർത്തിക്കുമെന്നതും നമ്മൾ ഓർക്കുക. ലോകത്തെവിടെയും മർദ്ദകരായ ഭരണാധികാരികൾക്കെതിരിൽ മർദ്ദിതരുടെ ഭാഗത്ത് അള്ളാഹു ഉണ്ടാകുമെന്നത് ഒരു ശുഭ പ്രതീക്ഷയാണ്. 9-ാം നോമ്പും നോൽക്കുന്നത് പുണ്യകരമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിന് കാരണം റസൂൽ പറഞ്ഞു, അവസാന വർഷം റസൂൽ പറയുന്നത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലാസൂമന്ന താസിയ, 9 നോമ്പെടുക്കും. ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ 10 എടുക്കുന്നുള്ളൂ. അവരോട് എതിരാകാൻ വേണ്ടി 9 എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ റസൂൽ പിറ്റേ വർഷം ജീവിച്ചിരിപ്പില്ലായിരുന്നു. ആ പ്രഖ്യാപനം മാത്രം ഒരു സുന്നത്തായി പരിഗണിച്ച് 9 നോമ്പെടുക്കാം. അപ്പോൾ 9ഉം 10ഉം നോമ്പെടുക്കുന്നത് സുന്നത്താണ്. ആ സുന്നത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളുമായി താരതമ്യം വിലയിരുത്തിയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.